കൊണ്ടുപോകുന്നു പറയാൻ വേണ്ടി വന്നതാ. അച്ഛമ്മയും വരണം എന്ന് പറഞ്ഞിട്ട് പോയി. ടൂറോ? എന്തോ പറയാ, തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഏട്ടൻ വന്നിട്ട് വേണമെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞു. എന്നാലും കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ അങ്ങനെയൊന്നും പറയലൊന്നും ഇല്ലാലോ. എപ്പോഴും അവൻ എങ്ങോട്ടും കൊണ്ടുപോകലില്ല. ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ മോളെ, അവനൊരു സന്തോഷം ആയിക്കോട്ടെ. ഞാനും വിചാരിക്കാറുണ്ട് എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഏട്ടന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഇതുവരെ എവിടെയും പോവാത്ത. പറഞ്ഞപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴാ മനസ്സ് മാറാന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നോക്കട്ടെ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. പിന്നെ അമ്മയ്ക്ക് അല്ലെങ്കിലും വന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടുകയൊക്കെ ചെയ്യൂലേ. വെള്ളവും അതും ഇതൊക്കെ ആയിരിക്കേ. അഥവാ ഒരു റിസോർട്ട് താമസിക്കുകയാണെങ്കിൽ തന്നെ മെയിൻ അവിടെ സ്വിമ്മിംഗ് പൂള്. അവിടെയൊക്കെ അമ്മ വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ നോക്കി നിൽക്കാനാ. നോക്കട്ടെ. ഹേവു, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ല? നീ എന്തിനാ അച്ഛമ്മയോട് അങ്ങനെ പറയാൻ പോയേ? അതിനെന്താ അമ്മ, അച്ഛമ്മയും കൂടെ വരട്ടെ. അച്ഛമ്മയോട് ഒറ്റയ്ക്കല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാർ തീരുമാനിച്ചോളും. വരാൻ പറഞ്ഞെങ്കിൽ കൂടെ വരിക, അത്ര ചെയ്താൽ മതി കുട്ടികൾ. അച്ഛമ്മേനോട് ഓരോന്നും പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാത്താന്ന് വിചാരിക്കില്ലേ? എടാ, നിനക്ക് മനസ്സിലാകാനാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രായമാണ് അച്ഛമ്മയ്ക്ക്. ഓടി ചാടി വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റുമോ? എന്നിട്ട് മുട്ടുവേദന, കാലുവേദന, കൈവേദന എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളും പറയും തിരിച്ചു വരുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അമ്മ പറയുന്നത് അച്ഛമ്മേനെ കൂട്ടിക്കൊണ്ട് പോണ്ടാന്ന്. മനസ്സിലായോ? അതുകൊണ്ടേ ഇനി അച്ഛമ്മേനോട് ഈ ടൂറിന്റെ കാര്യം നമ്മൾ പോകുന്ന അന്ന് വരെ പറയാൻ നിൽക്കരുത് കേട്ടോ. അച്ഛമ്മേനെ കൊണ്ടുപോയില്ല, ഡ്രസ് വാങ്ങി കൊടുക്കില്ല, ഐസ്ക്രീം കൊടുക്കില്ല, ടൂർ പോകുന്നുമില്ല. അമ്മ ചോദിച്ചിട്ടുണ്ടോ ഇത് അച്ഛമ്മയ്ക്ക് ഇഷ്ടാണോ അല്ലേന്ന്? എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അച്ഛമ്മേനെ വിളിച്ചത്. എന്താ രണ്ടാളും കൂടെ? അമ്മ പറയണ്ട അച്ഛമ്മേനെ ടൂർ വരണ്ടെന്ന്. അതെന്താ? അമ്മ ഒന്നെന്താ കുഴപ്പമില്ലേ? അച്ഛമ്മക്ക് പ്രായമായല്ലോ, അതുകൊണ്ടാ അമ്മ ഇങ്ങനെ പറയുന്നു. ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്കും പ്രായമായില്ലേ? അപ്പൊ അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് വേണ്ട, നല്ല ഭക്ഷണം വേണ്ട, ഇങ്ങനെ തന്നെ വീട്ടിലിരിക്കോ? പ്രായമായ വിചാരിച്ചിട്ടേ മനസ്സിലുള്ള ഇഷ്ടം എങ്ങോട്ടും പോവില്ല. അച്ഛമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും. പുറത്തു പോവാൻ, ടൂർ പോവാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ഡ്രസ്സ് എടുക്കാൻ, ഐസ്ക്രീം കഴിക്കാനൊക്കെ ഉണ്ടാവും. ഞാൻ വലുതാവും അമ്മ പ്രായമാകൂലേ? അപ്പൊ ഞാനും ഇങ്ങനെ ചെയ്താലോ?